നമസ്കാരം പ്രിയമുള്ളവരെ. പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ചൈനയുടെ 3 യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യൻ തീരത്തേക്ക് നീങ്ങുന്നതായി മാധ്യമ റിപ്പോർട്ടുകളുണ്ട്. ടൻഷാൻ, ടാഴിൻ എന്നീ നാവിക കപ്പലുകളും തെഹു എന്ന സപ്ലൈ കപ്പലുകളും, അതായത് ഈ കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കുവാനുള്ള കപ്പലുമാണ് ഇപ്പോൾ ഇറാൻ തീരത്തേക്ക് നീങ്ങുന്നതായി മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിൻ്റെ അവസാനത്തെ പ്രസ്താവന അനുസരിച്ച് നേരത്തെ 12 ദിവസത്തെ യുദ്ധത്തിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ പ്രതീകാത്മകമായി ഒന്ന് ആക്രമിച്ച് നിർത്തിയതുപോലെ ഒരു ആക്രമണത്തിനുള്ള സാധ്യതയാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഞാൻ നിന്നെ ഒന്നടിച്ചു, നീ എന്നെ ഒന്നടിച്ചു, ഇനി നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ സ്കൂളിൽ അടികൂടുന്നത് പോലെ ഒരുപക്ഷെ ഇറാനും അമേരിക്കയും തമ്മിൽ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അടിയിലേക്ക് എത്താനുള്ള സാധ്യതകളാണ് ചില മാധ്യമ റിപ്പോർട്ടുകളും വിശകലനങ്ങളും ഒക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അവസാനത്തെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഒക്കെയും വിവരിക്കുന്നത്. അതായത് അമേരിക്കയെ സംബന്ധിച്ച് റഷ്യയും ചൈനയും കൂടി ഇറാനോടൊപ്പം നിൽക്കുന്നത് ആ മേഖലയിൽ ഒരു യുദ്ധമുണ്ടാക്കിയാൽ സ്ഥിതിഗതികൾ അമേരിക്കയ്ക്ക് അനുകൂലമാകില്ല എന്ന ഒരു ധാരണയിലെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീകാത്മകമായി ഒരു ആക്രമണം, രണ്ടു രാജ്യങ്ങൾക്കും കേടുപാടില്ലാത്ത രീതിയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് പേരിൽ നേരത്തെ അറിയിച്ചുകൊണ്ട് ഒരു ആക്രമണം, അതിനുശേഷം ഇറാൻ അമേരിക്കയെ തിരിച്ചൊരാക്രമണം നടത്തുന്നു. അതിനുശേഷം നമ്മൾ തമ്മിൽ ഇനി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന പേരിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് നീങ്ങുന്ന രീതിയിലുള്ള ഒരാക്രമണം, അതിനുള്ള സാധ്യതകൾ ഡൊണാൾഡ് ട്രംപിൻ്റെ അവസാനത്തെ പ്രസ്താവനയെ ഉദ്ധരിച്ചുകൊണ്ട് ചില വിശകലനങ്ങൾ വരുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ അവരുടെ രാജ്യത്ത് ഹൈ അലർട്ട് കൊടുക്കുന്നുണ്ട്. ഇസ്രായേൽ ഹോം ഫോർ കമാൻഡിങ്, അതായത് ഇസ്രായേലിനകത്ത് ഈ യുദ്ധവും അതുപോലെ പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസി, ഒരു പ്രത്യേക വിഭാഗം, അവർക്ക് ഹൈ അലർട്ട് കൊടുത്തിട്ടുണ്ട് ഇസ്രായേലി ഗവൺമെൻറ്. സൈറൻ, അതുപോലെ മുന്നറിയിപ്പുകൾ, ബോംബ് ഷെൽട്ടർ സംവിധാനം എന്നിവയൊക്കെയും കാര്യക്ഷമമാക്കുവാനാണ് ഇസ്രായേലി ഗവൺമെൻറ് ഇപ്പോൾ ഇസ്രായേലി ഹോം ഫോർ കെയർ കമാൻഡിങ്ങിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്ന റിപ്പോർട്ടുകൾ പുറത്തുണ്ട്. മാത്രമല്ല ഇസ്രായേലിലെ പാർക്കിംഗ് കേന്ദ്രങ്ങൾ അതുപോലെ ആശുപത്രികളൊക്കെയും അടിയന്തര ചികിത്സയ്ക്ക് സന്നദ്ധമായിരിക്കണം എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ നിർദ്ദേശം ഇസ്രായേലി ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഒപ്പം ചൈനയുടെയൊക്കെ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം, ചൈനീസ് ഉപഗ്രഹങ്ങൾ നൽകുന്ന ചിത്രങ്ങൾ പ്രകാരം അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ ഗ്രീസിലും ബൾഗേറിയയിലും ജോർദാനിലുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവിടെ നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങളാണ് ചൈനീസ് പത്രങ്ങളും പ്രസിദ്ധീകരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അതായത് ഒരുപക്ഷെ അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഗ്രീസിൽ നിന്നോ ബൾഗേറിയയിൽ നിന്നോ ജോർദാൻ നിന്നായിരിക്കും ആ വിമാനങ്ങൾ പറന്നുയർത്തുക എന്ന നിഗമനമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നടക്കുന്നത്. മറ്റൊന്ന്, പോളണ്ടിലെ പ്രധാനമന്ത്രി ഇറാനിലുള്ള എല്ലാ പൗരന്മാരോടും രാജ്യം വിടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇനി ഒരു പക്ഷേ അവിടെ തങ്ങിയാൽ പോളണ്ടിന് ഇടപെട്ട് പോളണ്ടിലെ ജനങ്ങളെ ഇറാനിൽ നിന്ന് രക്ഷിക്കുവാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകില്ല, അത്രത്തോളം മോശമായി പോകുമെന്നാണ്. അതായത് പോളണ്ടിൻ്റെ ഒക്കെ ഒരു പ്രധാനമന്ത്രിയുടെ ഇടപെടലുകൾ കൊണ്ട് നമുക്ക് വ്യക്തമാകുന്നത് ഒരുപക്ഷെ ഇറാൻ ആക്രമിക്കപ്പെടുവാനുള്ള സാധ്യതകളുമുണ്ട്. അതൊരു പക്ഷേ പ്രതീകാത്മകമായിരിക്കുമോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആക്രമണമായിരിക്കുമോ എന്ന രീതിയിലാണ് സംശയം അവശേഷിക്കുന്നത്. എന്തായാലും ഒരു ആക്രമണത്തിന് സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. മറ്റൊന്ന്, അമേരിക്കൻ സെനറ്ററുടെ ഒരു പ്രസ്താവന, ലിൻഡ്സി ഗ്രഹാമിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നു. അദ്ദേഹം പറയുന്നത് യുദ്ധപദ്ധതികളെല്ലാം തയ്യാറാണ്, തീരുമാനം എടുത്തു കഴിഞ്ഞു, എല്ലാ യുദ്ധക്കപ്പലുകളും അവിടെ എത്തുന്നത് പദ്ധതി പൂർത്തീകരിക്കാനാണ് എന്നാണ്. അതായത് എല്ലാ യുദ്ധക്കപ്പലുകളും ഒരുപക്ഷെ ജെറാൾഡ് ആർ ഫോർഡ് അതുകൂടി അവിടെ എത്തിയിട്ട് മാത്രമേ അമേരിക്ക ഒരു സൈനിക നടപടികളിലേക്ക് മുതിരൂ എന്നാണ്. ചില നിഗമനങ്ങൾ പ്രകാരം ജെറാൾഡ് ആർ ഫോർഡ് അവിടെ എത്തുന്നത് അത് ഇസ്രായേലിന് സംരക്ഷണം നൽകുന്നതിനാണ്. അതായത് എന്തായാലും അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ്റെ ഒരു ആക്രമണം തുടരെ ഉണ്ടാകുക ഇസ്രായേലിനെതിരെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ജെറാൾഡ് ആർ ഫോർഡിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ സംരക്ഷിക്കുവാൻ എന്ന ഉദ്യമമാണ് ജെറാൾഡ് ആർ ഫോർഡ് ഏറ്റെടുക്കുക എന്ന നിഗമനങ്ങളും ഒക്കെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഒരുപക്ഷെ ഇറാൻ അമേരിക്കയുടെ നാവികപ്പട പ്രതിരോധിക്കുക റഷ്യയുടെ കിലോ എന്ന സബ്മറൈനുകൾ ഉപയോഗിച്ചായിരിക്കും എന്ന ചില നിഗമനങ്ങൾ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം കിലോ എന്ന് പറയുന്ന സബ്മറൈൻ ഇറാന് ഓൾറെഡി തന്നെ റഷ്യ നൽകിക്കഴിഞ്ഞു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വിന്യസിപ്പിച്ചു കഴിഞ്ഞു. ഇനി അമേരിക്കയുടെ ഭാഗത്ത് നിന്നൊരു നാവിക ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ ഇറാൻ പ്രതിരോധിക്കുക ഈ കിലോ എന്ന് പറയുന്ന സബ്മറൈൻ ഉപയോഗിച്ചായിരിക്കും എന്ന വിശകലനങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് ആ മേഖലയിൽ ആയുധ സന്നാഹങ്ങളായി ഇറാനും
അമേരിക്കയും സജീവമാകുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പശ്ചിമേഷ്യയിലെ സംഘർഷത്തിലേക്ക് റഷ്യയുടെയും ചൈനയുടെയും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ റഷ്യയുടെ നാവിക പടക്കപ്പലുകൾ ഓൾറെഡി തന്നെ അവിടെയുണ്ട്. ചൈനയുടെ കപ്പലുകൾ ഈ ഭാഗത്തേക്ക് വരുന്നു. ഇറാനുമായി ചേർന്ന് സംയുക്ത നാവിക അഭ്യാസം നടത്തുന്നതിന് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. എന്തായാലും പശ്ചിമേഷ്യയെ സംബന്ധിച്ച് സംഘർഷത്തിൻ്റെ വിവിധ തലങ്ങൾ തന്നെ രൂപപ്പെടുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലും അവരുടെ ഭാഗത്തുനിന്ന് സജ്ജീകരണങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതൊരു അവസരമാണ്. കാരണം ഇറാൻ എന്ന് പറയുന്നത് അവരുടെ എക്കാലത്തെയും വലിയ ശത്രുവാണ്. ഇറാൻ ഇത്രയും വലിയ പവറിൽ ഒരു സൈനിക ശക്തിയായി നിലനിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേലിനെ ഭയപ്പെടേണ്ടതുണ്ട്. മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനിലെ ഭരണകൂടം അത് അട്ടിമറിക്കപ്പെടേണ്ടതുണ്ട്. കാരണം അവിടെ ഒരു ഇസ്ലാമിക ഭരണകൂടം ഉണ്ടായിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ്. ആ ഭരണകൂടം മിക്കപ്പോഴും പ്രോക്സികൾ മുഖേന ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹിസ്ബുള്ള ആയാലും അതുപോലെ ഹമാസ് ആയാലും ഹൂതികളായാലും ഒക്കെ ഫലസ്തീൻ്റെ കാര്യത്തിൽ, ഗസയുടെ കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്നത് ഈ പ്രോക്സികളാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ പ്രോക്സികൾക്ക് പിന്തുണ കൊടുക്കുന്ന ഇറാനിലെ നിലവിലുള്ള ഗവൺമെൻറ് അട്ടിമറിക്കപ്പെടുകയും അവരോട് നേരത്തെ സൗഹൃദം പുലർത്തിയിരുന്ന, ഐക്യദാർഢ്യം പുലർത്തിയിരുന്ന ഷാ പഹ്ലവിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ അവിടെ അവരോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു ലക്ഷ്യമായി ഇസ്രായേൽ കൈക്കൊള്ളുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകും എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ച് അവരവരുടെ രാജ്യത്തെ ജനകീയ പ്രക്ഷോഭങ്ങളെ ഏകദേശം അടിച്ചമർത്തി കഴിഞ്ഞു. ഷാ പഹ്ലവി നേരത്തെ അവിടെ ഉണ്ടായിരുന്ന അമേരിക്കയിൽ അഭയം തേടിയ അദ്ദേഹം, പഹ്ലവിയുടെ പുത്രൻ, അദ്ദേഹം ജനകീയ പ്രക്ഷോഭത്തോടൊപ്പം ചേരും എന്നൊക്കെ പറഞ്ഞുവെങ്കിലും പ്രക്ഷോഭം അടിച്ചമർത്തിയതിനു ശേഷം അദ്ദേഹത്തെ പറ്റി യാതൊരു വിവരവുമില്ല. അദ്ദേഹം ഇറാനിലോട്ട് വരുവാൻ ഫ്ലൈറ്റൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ പ്രക്ഷോഭം കെട്ടടങ്ങിയതോടുകൂടി അദ്ദേഹം അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല എന്ന ഒരു പ്രത്യേകതയുണ്ട്. അതായത് ജനകീയ പ്രക്ഷോഭങ്ങൾ ഇറാൻ ഗവൺമെൻറ് ഏകദേശം അടിച്ചമർത്തപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ടെഹ്റാനിലും ബന്ദർ അബ്ബാസിലുമൊക്കെ നടക്കുന്നത് ഇറാൻ സർക്കാരിന് അനുകൂലമായ പ്രകടനങ്ങളാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് വീണ്ടും ആ പ്രക്ഷോഭത്തിൻ്റെ തിരികൊളുത്തേണ്ടതുണ്ട് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതിനുവേണ്ടി ഇസ്രായേൽ അമേരിക്കയെ പരമാവധി പ്രകോപിപ്പിച്ച് ഈ യുദ്ധമുന്നണിയിലേക്ക് അമേരിക്കയെ എത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നതും മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നിമിഷമാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ എല്ലാ പദ്ധതികളും ഏകദേശം പൊളിയുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെയും സൂചിപ്പിക്കുന്നത്. ദിവസം കണക്കിന് ഇറാനിൽ മൊസാദിൻ്റെ ചാരന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന വിവരങ്ങൾ ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. എന്തായാലും പശ്ചിമേഷ്യ സംബന്ധിച്ച് സമാധാനത്തിൻ്റെ അന്തരീക്ഷം അത് രൂപപ്പെടുന്നതിനോടൊപ്പം തന്നെ സംഘർഷ സാധ്യതകളും വിപുലീകരിക്കപ്പെടുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇറാനും അമേരിക്കയും റഷ്യയും ചൈനയും ഒക്കെയും ഈ രംഗത്തേക്ക് കൂടുതൽ കാര്യക്ഷമമായി കടന്നു വരുന്നു എന്നത് ലോകത്തിൻ്റെ സമാധാനത്തിന് തന്നെ ഭീഷണിയായി നിൽക്കുന്നു. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.